പവിത്ര സീരിയലിന്റെ 28ാമത്തെ എപ്പിസോഡാണ്. അതിൽ ഗൗരി മോള് ഓടി വന്ന് കട്ടിലിനടിയിൽ ഒളിഞ്ഞിരിക്കാൻ വന്നിരിക്കാട്ടോ. അവിടെ ബാഗും ടോയ്സ് ഒക്കെ ഉണ്ട്. ഈ സമയം അവിടുത്തെ സെർവന്റ് വരും. ഇപ്പൊ അടിച്ചു വാരി ഇട്ടതേ ഉള്ളൂ, എന്താ അവിടെ പണി? അപ്പൊ ഗൗരിമോൾ അവരെ അടുത്തേക്ക് വിളിക്കും. എന്താ? ഇപ്പൊ വരുന്നത് ആരാണെന്നറിയോ? ചമ്പൂകനാ. അതൊരു രാക്ഷസനാണ്. ചമ്പൂകൻ ഓടിക്കാൻ കടകൻ കുറേ കാര്യങ്ങൾ ചെയ്യും. അതിനു വേണ്ടിയിട്ടാ ഇതൊക്കെ എന്ന് പറഞ്ഞൊരു ബാഗ് എടുത്ത് കട്ടിലിന്റെ മുകളിൽ വെക്കുകയാണേ. അത് തുറന്നു നോക്കുമ്പോ ഒരു പാത്രത്തിൽ നിറയെ ഗോട്ടി. അപ്പൊ ആ സെർവന്റ് വയ്ക്കും, എന്ത് ചെയ്യാ, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ശേഷം ബബിൾ ഗണ്ണും വാട്ടർ ഗണ്ണും എടുത്തിട്ട് അവരെ ഷൂട്ട് ചെയ്യണേ. വരുന്ന ആളെ ഇന്ന് തന്നെ ഓടിക്കോ? ഉറപ്പായി ഓടിക്കും. അപ്പോഴേക്കും ഗൗരി എന്ന് വേദ വിളിക്കുമ്പോ അമ്മേനോട് പറയല്ലേ എന്ന് പറഞ്ഞിട്ട് ഗൗരി മോൾ അവിടെ നിന്ന് പോകും. ഗൗരിക്ക് ഭക്ഷണമായിട്ട് വന്നിരിക്കാ, വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും മോൾ അവിടെ തന്നെ നിന്ന് എന്തോ ആലോചിക്കട്ടോ. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. ഗൗരി പറയും, ഇല്ല അമ്മേ. അപ്പൊ എന്തോ ഉണ്ടല്ലോ. കഴിച്ചിട്ട് പറഞ്ഞാ മതി, വാ എന്ന് പറഞ്ഞ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ പുറത്തേക്ക് വന്നിരുന്ന അവര് ഭക്ഷണം കഴിക്കണേ. കഴിക്കുമ്പോ മോള് വയ്ക്കും, വരാൻ പോകുന്ന ആളെ ഗൗരിമോളെ തല്ലും അമ്മേ. നല്ല കാര്യായി. ഗൗരിക്കുട്ടിയെ തല്ലിയാലേ അമ്മ അയാളെ വെറുതെ വിടും തോന്നുന്നുണ്ടോ? ഇതുപോലെ ചട്ടിയിലിട്ട് വറുത്തെടുക്കില്ല അയാളെ. അപ്പൊ അമ്മ ഇല്ലാത്ത സമയത്ത് ഞാൻ അയാളെ വറക്കും. വേദ പറയും, അയാള് ചിലപ്പോ പാവായിരിക്കും, ഗൗരിക്കുട്ടിക്ക് അത് വെറുതെ തോന്നതാ. ഗൗരി പറയും, അങ്ങനെ എല്ലാരെയും വിശ്വസിക്കാൻ പാടില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? അപ്പൊ വിശ്വസിക്കാൻ പാടുണ്ടെന്നാണോ? പാടില്ല എന്നല്ലേ അമ്മ പറഞ്ഞത്? വേദ പറയും, അതൊക്കെ നോക്കിയിട്ടായിരിക്കും തരുണ അയാളെ വെച്ചത്. ചിലപ്പോ അയാൾ അച്ഛനെയും പറ്റിച്ചതാണെങ്കിലോ? പോലീസിനെയും പറ്റിക്കുന്ന കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛൻ. മതി, ഇത് കഴിക്കി എന്ന് പറഞ്ഞ് ഭക്ഷണം വാരി കൊടുക്കും. അത് കഴിച്ചിട്ട് മോള് വെക്കും, അമ്മ പറഞ്ഞു തന്ന കഥയില്ലേ വേതാളം, വേതാളത്തിനെ പോലെ ശല്യം ചെയ്യാൻ വന്നാലേ ഉറപ്പായും ഞാൻ രാജാവിനെ പോലെ വാളെടുത്ത് വെട്ടും. വേദ പറയും, അയ്യോ അങ്ങനെയൊന്നും പാടില്ല. അമ്മ പറഞ്ഞു തന്ന കഥയിലെ വേതാളം രാജാവുമായിട്ട് വഴക്കുണ്ടാവും. ഗൗരി പറയും, പിന്നെ എന്നും വഴക്കല്ലേ? വേദ പറയും, അത് സ്നേഹം കൊണ്ടുള്ള വഴക്കാ. മോള് പറയും, അയ്യടാ, അപ്പൊ ഗൗരിക്കുട്ടിയെ ഇന്ന് വരുന്ന ആള് സ്നേഹിക്കണ്ട, എനിക്ക് സ്നേഹിക്കാൻ അച്ഛനും അമ്മയും മതി. വേദ പറയും, മതി. വരുന്ന ആളുമായിട്ട് ഗൗരിക്കുട്ടി വഴക്കിനൊന്നും പോണ്ട, ഓക്കെ. തംസപ്പ് കാണിക്കുമ്പോ ഗൗരി പറയും, ഗൗരിക്കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായും വഴക്ക് കാണിക്കും. ഇത് കഴിക്കി. ഗൗരി പറയും, വരുന്നത് ചെമ്പുകനാ, എനിക്ക് ഉറപ്പാ. വേദ ചിരിക്കും. അങ്ങനെ മോൾക്ക് ഭക്ഷണം വാരി കൊടുക്കണേ. സ്വന്തം അച്ഛനാണ് വരുന്നതെന്ന് അമ്മയ്ക്കും മോൾക്കും അറിയില്ലല്ലോ. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വരുമ്പോ ആമയുണ്ട് കേട്ടോ ബൈക്കിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ജോലി കിട്ടി പോകുന്നതിനേക്കാളും വളരെ സന്തോഷത്തിലാണല്ലോ വിക്രം, അതെന്താ? അപ്പോഴേക്കും അവരുടെ ബസ് സ്റ്റോപ്പിൽ എത്തിട്ടോ. ഇറങ്ങിക്കഴിഞ്ഞാല് ആമയ്ക്കും, അതെന്താ? വിക്രം പറയും, ഇത് ഭയങ്കര ത്രില്ലാ, ഐ എം സോ ഹാപ്പി. അത് എന്താന്ന് എനിക്കറിയില്ല, ഇന്നലെ വരെ ആ തോന്നലുണ്ടായിരുന്നില്ല, പക്ഷെ ഇന്നലെ പുലർക്കാലത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. ആമയ്ക്കും, എന്താ സ്വപ്നം? വിക്രം പറയും, ഓർമ്മയില്ല, ചിലപ്പോ അത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അങ്ങനെ ഒരു സ്വപ്നം. അത് കണ്ടപ്പോ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. എഴുന്നേറ്റപ്പോ ഞാൻ ആലോചിച്ചത് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് പോണമെന്നായിരുന്നു. എന്തോ ഒരു ഉത്സാഹം തോന്നി. ആമയ്ക്കും, എന്താ കാരണം? അറിയില്ല, പക്ഷെ ഒരുപാട് അടുപ്പുള്ള ഒരാളെയാണ് കാണാൻ പോകുന്നതെന്ന് ഒരു തോന്നൽ. ഞാനൊരു ഗസ് പറയട്ടെ. വിക്രം ആ കുടുംബത്തിലേക്ക് പോകുന്നു. പോലീസുകാരനെയും കുടുംബത്തെയും കാണുന്നു. അവരുടെ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ നിയമിക്കുന്നു. ആ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടും. കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിച്ചു നിൽക്കുന്ന ഒരു ടീച്ചർ. ആ ടീച്ചറെ കാണുമ്പോ വിക്രം ഞെട്ടുന്നു. അതാ നിൽക്കുന്നു വേദാ ശങ്കരനാരായണൻ. ഇത് കേൾക്കുന്ന വിക്രം അങ്ങ് പൊട്ടിച്ചിരിക്കും. എന്താ ചിരിക്കുന്നേ? വിക്രം പറയും, ഈ നാട്ടിൽ വന്നിട്ട് എന്നെ കാണാതെ UKG ടീച്ചറായിട്ട് വേദ ജോലി ചെയ്യുന്നു എന്നുള്ള ഭാവന ഉണ്ടല്ലോ, വളരെ വീക്കായി ഒന്നായി പോയി. ഒന്നാമത് അങ്ങനെ ഒരു ടീച്ചറായി ജോലി ചെയ്യേണ്ട ആവശ്യം അവൾക്കില്ല. അവൾക്ക് വളരെ നല്ലൊരു പ്രൊഫഷൻ സ്വന്തമായിട്ടുണ്ട്. രണ്ട്, നാട്ടിൽ വന്നിട്ടും അവൾക്ക് എന്നെ തേടി വരാതിരിക്കാൻ കഴിയില്ല. അതിന് എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായാലും. ആമയ്ക്കും, അത്ര വലിയ ഉറപ്പാണോ? അതെ, എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ വിക്രം അവിടുന്ന് പോകും. അങ്ങനെ വിക്രം പോകുമ്പോൾ ഒരു കോള് വരികയാണേ. ആൻഡ്രൂ സാറാണേ. നീ അവിടെ എത്തിയോ? ഓൺ ദ വേ ആണ് സാർ. എന്നാലേ നീ അവിടെ ചെന്ന് നിന്റെ പേര് വിക്രമാണെന്നും നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു ഒന്നും പറയണ്ട. അതെന്താ സാർ? നിന്റെ പേര് വിക്രമാണെന്നും നീ ജയിൽ പുള്ളിയാണെന്നും പറഞ്ഞാലേ ആർക്കെങ്കിലും കുട്ടിയെ നോക്കാൻ ഇഷ്ടപ്പെടുമോ? അപ്പൊ പേരൊന്ന് മാറ്റി പറഞ്ഞേക്ക്. വിക്രം ചോദിക്കും, സാർ എന്താ പറയുന്നേ? അവര് വല്ല രേഖകളോ ചോദിച്ചാലോ, ആധാറോ മറ്റോ? ആൻഡ്രൂ സാർ പറയും, ഒന്നും ചോദിക്കില്ല, കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചാലല്ലേ നമുക്കത് അപ്പോ ആലോചിക്കാം. വിക്രം പറയും, അതിനേക്കാളും നല്ലത് എല്ലാം വിശദീകരിക്കുന്നതല്ലേ സാർ? നമ്മളായിട്ടൊരു കള്ളത്തരം ചെയ്തൊന്നും വരില്ലല്ലോ. എടാ, നീ ചെല്ലുന്ന വീട്ടിലൊരു പോലീസുകാരൻ മാത്രമല്ല ഉള്ളത്, അയാളുടെ ഭാര്യയും അമ്മയും മറ്റുള്ളവരൊക്കെ ഉണ്ട്. അവരുടെ കുട്ടിയെ സംരക്ഷിക്കാൻ ഒരു ജയിൽ പുള്ളിയാണ് വന്നതെന്ന് തുടക്കത്തിലെ അവരറിഞ്ഞ അവര് സമ്മതിക്കുന്നു തോന്നില്ല വിക്രം. വിക്രം പറയും, എന്നെ കുറിച്ച് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അത് മാറാൻ കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു ജോലി എന്നല്ലേ സാർ പറഞ്ഞത്? ആൻഡ്രൂ സാർ പറയും, അത് പക്ഷെ ചെന്ന് കയറുന്ന ദിവസം തന്നെ വേണമെന്നില്ലല്ലോ. നീ കൊള്ളാവുന്ന ഒരാളാണെന്നോ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെന്നോ അവർക്ക് തോന്നട്ടെ. എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിന്റെ റെസ്പോൺസിബിലിറ്റി. അതിനുശേഷം സത്യങ്ങളിലേക്ക് കടക്കാം. അതിനുള്ളിൽ എന്തെങ്കിലും രേഖ ചോദിക്കുകയാണെങ്കിൽ എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കും. ബാക്കി ഞാൻ നോക്കിക്കോളാം, ഓക്കെ?
വിക്രം ശരി സാർ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ അയൺ ചെയ്യുമ്പോൾ ഒരു കോള് വരാം കേട്ടോ. അങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. ആണോ എപ്പോ എന്നിങ്ങനെ പറഞ്ഞ് ഞെട്ടുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ പുറപ്പെടാം സാർ. ഇവിടുന്ന് പുറപ്പെട്ട ഒരു 2 മണിക്കൂർ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യും. ഇതെല്ലാം തരുണ് കേൾക്കുന്നുണ്ട്. എന്ത് പറ്റി വേദ, എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? ഫയർ ബ്രോക്ക് ഔട്ട് അവിടെയുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. എന്നോട് വേഗം റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങാം. തരുൺ ശരിയെന്ന് പറയും. അപ്പോ മോള് വന്നിട്ടേക്കും അമ്മ പോവാണോ? വേദ പറയും അതേ മോളെ, ഒരു ഫാക്ടറി മുഴുവനായിട്ട് തീ പിടിച്ചിരിക്കുക, അമ്മയ്ക്ക് പോയേ മതിയാവോ. അപ്പൊ മോളൊരിക്കും ഗൗരി മോൾക്ക് വേണ്ടി അയാളോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് വേദ തരുണിനെ നോക്കും. തരുൺ മോളോട് പറയും അമ്മ പോയിക്കോട്ടെ, അച്ഛനുണ്ടല്ലോ മോളുടെ കൂടെ, ഇത് മോൾക്ക് ഇഷ്ടാവുന്നില്ല. തരുണിന്റെ കൈ മാറ്റി മോൾ അവിടുന്ന് പോകും. വേദ പുറപ്പെട്ടോളൂ, മിക്കവാറും എനിക്കും വിളി വരും. അല്ല അയാൾ വരുമ്പോ തരുൺ പറയും തൽക്കാലം താൻ പുറപ്പെടാൻ നോക്ക്, സമയം കളയണ്ട, നമുക്ക് നോക്കാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ ബുള്ളറ്റിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വേദയുടെ കാറ് അവിടെ എത്തിയിട്ടുണ്ട്. അതായത് വിക്രം ആ വീട്ടിലേക്ക് പോകുന്ന അവിടെ തന്നെ കേട്ടോ. രണ്ടുപേരും അടുത്തുകൂടെ, അതായത് വാഹനങ്ങൾ അടുത്തുകൂടെ പോവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് വേദ പുറത്തേക്ക് നോക്കുന്നില്ല, വിക്രം വണ്ടി ഓടിക്കില്ല അകത്തേക്ക് നോക്കുന്നില്ല. അവർ തമ്മിൽ കാണുന്നില്ല കേട്ടോ. അങ്ങനെ അടുത്തൂടെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് തരുൺ മോളെ വിളിച്ച് നടക്കണേ, മോള് പിണങ്ങിയിരിക്കുകയാണെന്നേ. അവിടുത്തെ ആ സെർവൻറ്റ് പറയൂട്ടോ, ആ മോളിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണേ. സേതുലക്ഷ്മി പറയും അമ്മയ്ക്ക് ഫോൺ വന്നാൽ പോവാതിരിക്കുവോ? മോൾ ആദ്യമായിട്ടാണോ അമ്മ ഇങ്ങനെ പോകുന്നത് കാണുന്നത്? അപ്പോഴേക്ക് തരുൺ അങ്ങോട്ട് വരും കേട്ടോ. മോള് പറയും ഒന്നും മിണ്ടാതിരിക്കുവോ? തരുൺ വന്നിട്ട് അമ്മയോട് പറയും എന്തു പറ്റി, ഞാൻ നോക്കിക്കോളാം, അമ്മ പൊക്കോ. തരുൺ പാലുമായിട്ടാണ് വന്നത് കേട്ടോ. അവിടെ ഇരുന്നിട്ട് പറയും ദാ പാല് കുടിക്കി. മോളുടെ അമ്മയുടെ ജോലി അറിയില്ലേ, ഒരുപാട് പേരോട് കമ്മിറ്റ്മെന്റ് ഉള്ള ജോലിയാ. ആളുകൾക്കൊരു പ്രശ്നം വരുമ്പോ അവരെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? ഗൗരിക്കും അപ്പൊ എനിക്ക് പ്രശ്നം വരുമ്പോഴോ? അപ്പോ തരുൺ ചോദിക്കും മോൾക്ക് എന്ത് പ്രശ്നം? അഥവാ പ്രശ്നം വന്നാൽ തന്നെ അച്ഛനില്ലേ? ഗൗരി പറയും അച്ഛൻ തന്നെയാ പ്രശ്നം കൊണ്ടുവന്നത്. തരുൺ പറയും ആ അതാ അപ്പ നന്നായത്. അച്ഛൻ എന്ത് പ്രശ്നം കൊണ്ടുവന്നേ? ഗൗരി പറയും എന്നെ നോക്കാൻ ഒരാളെ കൊണ്ടുവന്നില്ലേ. തരുൺ ചോദിക്കും അത് പ്രശ്നമാണോ? മോളുടെ നല്ലതിനല്ലേ. ഗൗരി പറയും എന്നോട് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് നോക്കരുത്, ഇവിടെ ഇരിക്കരുത് എന്നൊക്കെ പറയുന്ന ആളല്ലേ. തരുൺ ചിരിക്കും ഇതൊക്കെ ആരാ പറഞ്ഞത് വരുന്നാൾ അങ്ങനെയുള്ളതാണെന്ന്? അതൊരു പാവ അങ്കിളാ, അച്ഛനേക്കാളും പാവം. ഒന്നുമല്ല, ചമ്പുകനാ വരുന്നെന്ന് എനിക്കറിയാം. ചമ്പുകനോ? അതാരാ? ഗൗരി പറയും വല്ലപ്പോഴും കാർട്ടൂണും കാണണം, എപ്പോഴും ന്യൂസ് കണ്ടാ പോരാ. ഓക്കെ ഇനി മുതൽ കാണാം. അപ്പൊ ഗൗരി മിണ്ടാതെ ഇരിക്കൂട്ടോ. അല്ല ഏത് കാർട്ടൂണാ കാണേണ്ടത്? ഏതിലാ ഈ പറഞ്ഞ ആളുള്ളത്? ഗൗരി പറയും അച്ഛൻ കാണണ്ട, അതിനുള്ള ക്ഷമ അച്ഛനില്ല, എനിക്ക് വേണ്ടി ചെമ്പുകൻ അയച്ചത് അച്ഛനല്ലേ. അങ്ങനെ ആ സ്റ്റോറിയൊക്കെ പറയാട്ടോ. മോള് തരുണിന്റെ അടുത്ത് ചെമ്പുകൻ എന്തെയാണെന്നേ എനിക്കറിയാം, മോള് പോവല്ലേ പാല് കുടിക്കേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മോള് പറയും ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കാറുണ്ടോ, അതിലൊരു പൊടി കലക്കും, അതെന്താണെന്ന് ഇത്ര കാലമായിട്ട് അറിയില്ല, കഷ്ടം തന്നെ എന്നും പറഞ്ഞ് കുട്ടിയടന്ന് പോകുമ്പോ ഹോ കഷ്ടം എന്ന് പറയാണ് കേട്ടോ തരുൺ. ശേഷം പിന്നീട് കാണിക്കുന്നത് മോള് പുറത്തേക്ക് പോകുമ്പോ ഉണ്ടാവും വിക്രം ബുള്ളറ്റിൽ അങ്ങോട്ട് വരുന്നത്. വിക്രം നല്ല സ്റ്റൈലാ വരുന്നത്, എന്നാൽ മോളുടെ കാഴ്ചപ്പാടിലെ ചമ്പൂകന്റെ വേഷത്തിലാട്ടോ വരണത്. അങ്ങനെയാ കുട്ടിക്ക് തോന്നുന്നത്. വിക്രമിനെ കാണുന്നതും ശീല വാ തുറന്ന് അന്തം വിട്ട് ഇങ്ങനെ സൗന്ദര്യത്തിൽ ആസ്വദിച്ച് നിൽക്കാട്ടോ. ഇത് മറ്റേ ആൾക്ക് പിടിക്കുന്നില്ല. എന്താ നോക്കിയിരിക്കുന്നത്, അത്തുപോ. അങ്ങനെ വിക്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോ വാളൊക്കെ വീശി ചെമ്പൂകൻ വരുന്ന പോലെ കുട്ടിക്ക് തോന്നാട്ടോ. വിക്രം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന പോലെയൊക്കെ. അയ്യോ ചെമ്പൂകൻ എന്ന് പറഞ്ഞ് മോള് അകത്തേക്ക് ഓടിപ്പോകും. അപ്പോഴാണ് തരുൺ അങ്ങോട്ട് വരുന്നത്. ഹായ് ഹലോ സർ എന്ന് പറഞ്ഞാൽ അവര് കൈ കൊടുക്കും. ഞാൻ ആൻഡ്രൂ സാറ് പറഞ്ഞിട്ട്. തരുൺ പറയും മനസ്സിലായി. വിക്രം ചോദിക്കും മോളാണോ അകത്തേക്ക് പോയത്? തരുൺ പറയും അവള് കാണുന്ന കാർട്ടൂണിലെ പ്രധാന വില്ലനാണ് അവളെ നോക്കാൻ വരുന്നതെന്ന് അവള് വിചാരിച്ചിരിക്കുന്നത്. ആ വില്ലന്റെ പേര് വിളിച്ച് അകത്തേക്ക് ഓടിയത്. പേടിയുള്ള ആളാണോ? തരുൺ പറയും ഏയ് അങ്ങനെ പേടിയുള്ള ആളല്ല. അപ്പോഴേക്കും ചമ്പൂക ഐ വിൽ കിൽ യു എന്ന് പറഞ്ഞ് വാട്ടർ ഗണ്ണുമായിട്ട് വന്നേ വിക്രമിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കണേ. വിക്രം പെട്ടെന്ന് ഞെട്ടിപ്പോകൂട്ടോ. ആ മോളുടെ കാഴ്ചപ്പാടില്ലേ ആ വാളെടുത്ത് നിൽക്കുന്ന ചെമ്പൂകൻ ഇങ്ങനെ പെടഞ്ഞു വീഴുന്നതാട്ടോ തോന്നുന്നത്. വിക്രം അതുപോലെ ആക്ട് ചെയ്യാട്ടോ. അപ്പോഴേക്ക് തരുൺ മോളെ എന്താ കാണിക്കുന്നേ, അങ്കിളിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ, എന്താ കാണിച്ചത്? ഒന്നും പറയണ്ട. അപ്പോഴേക്കും മോള് അകത്തേക്ക് ഓടി പോവും. വിക്രം ചിരിക്കും. സോറി ട്ടോ, മോള് അങ്ങനെ പെരുമാറുന്ന കരുതിയില്ല. വിക്രം പറയും ഞാൻ അതേ സ്പിരിറ്റിൽ എടുത്തോണ്ടാ വീഴുന്ന പോലെ കാണിച്ചത്, അവളെ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. വിക്രം പറയും കുഞ്ഞുങ്ങളല്ലേ, അതൊക്കെ രസാണ്. ബൈ ദ ബൈ ഞാൻ തരുൺ. ഒരാൾ വരുന്നല്ലാതെ അയാളുടെ പേരൊന്നും ആൻഡ്രൂ സാറ് പറഞ്ഞില്ല. ഞാൻ വിശ്വം. ഓക്കെ വിശ്വം, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും, കാര്യങ്ങളെല്ലാം ആൻഡ്രൂ സാറ് പറഞ്ഞിട്ടുണ്ടാവില്ലേ. മോള് കുറച്ച് കഴിയുമ്പോഴേക്കും പോകാനാകും. വിക്രം പറയും ഞാൻ കൊണ്ടുപോയി ആക്കിക്കോളാം. വേണ്ട, അവളുടെ സ്കൂൾ ബസ് വരും, പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് അവളൊന്ന് ഫോളോ ചെയ്താൽ മതി. എന്തെങ്കിലും അസാധാരണമായി കണ്ടാലോ, സംശയം തോന്നുന്നു എന്തെങ്കിലും കണ്ടാലോ എന്നെ അറിയിക്കണം. പിന്നെ അവളുടെ മുന്നിൽ വെച്ച് ആരുമായിട്ടോ ഒരു പ്രശ്നത്തിന് നിൽക്കരുത്, എസ്പെഷ്യലി ഒരു ഫൈറ്റിന് അവസരം ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് വന്നാൽ പോലും ഒഴിഞ്ഞു മാറണം, മനസ്സിലായല്ലോ? എല്ലാം ആൻഡ്രൂ സാർ പറഞ്ഞിട്ടുണ്ട് സാർ. എങ്കിൽ വെയിറ്റ് ചെയ്യേ.
വേണ്ട ഞാനിവിടെ പുറത്തു നിന്നുള്ള സാർ. തരുൺ പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തരുൺ റെഡിയാവാൻ പോകും. വിക്രം ഇങ്ങനെ ബുള്ളറ്റിന്റെ അവിടെ നിൽക്കുമ്പോ ഷീല അങ്ങനെ വന്ന് നോക്കി നിൽക്കൂ. ഇത് മറ്റാക്ക് പിടിക്കുന്നില്ല കേട്ടോ. ആ ഗാർഡൻ മേക്കേർക്ക് അങ്ങനെ വേഗം ഷീലയെ അവിടെ നിന്ന് പറഞ്ഞേക്കും. ഷീല അടുക്കളയ്ക്ക് ചെല്ലുമ്പോ അമ്മ പറയും ഗൗരിമോളെ നോക്കാനുള്ള ആള് വന്നിട്ടുണ്ട്, ചായ വെച്ചോളൂ കേട്ടോ. ആന്ന് പറഞ്ഞിട്ട് അത് ചെയ്യും. അല്ല ഗൗരിമോൾക്കുള്ള ഭക്ഷണം റെഡിയായോ? പാലെടുക്ക്. അങ്ങനെ സേതുവമ്മ നോക്കുമ്പോ ആ അതിലിടുന്ന ഹോർലിക്സില് പൗഡർ കഴിയാനായിട്ടോ. ഇതാരാ കഴിക്കുന്നത്? ഇത് ഇത്രയായോ? അത് ഗൗരിമോള് തന്നെയാ, കാണാണ്ട് എടുത്ത് കഴിക്കുന്നതെന്ന് കള്ളം പറയും. ഇത് ഗൗരി കേൾക്കൂട്ടോ. അങ്ങനെ സേതുലക്ഷ്മി അവിടെ നിന്ന് പോകുമ്പോൾ സേതുലക്ഷ്മിയുടെ ഫോൺ എടുത്തിട്ട് ഗൗരിമോള് വരും. ഇതെന്തിനാ എന്ന് സേതുവമ്മ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സേതുലക്ഷ്മീനെ അവിടെ നിർത്തിയിട്ട് കിച്ചണിലേക്ക് വന്ന് അവിടുത്തെ വീഡിയോ എടുക്കാട്ടോ. വേറെ ഒന്നുമല്ല, ഷീലയാണ് ആ ഹോർലിക്സിന്റെ പൗഡർ ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന കേട്ടോ. അതാണ് ഈ വീഡിയോ എടുക്കണേ. അങ്ങനെ അവര് ആ വിക്രമിനുള്ള ടീയും മോക്കുള്ള ഹോർലിക്സും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. എന്നിട്ട് മോളുടെ അവിടെ വെച്ചിട്ട് കുടിക്കാൻ പറയും. അങ്ങനെ ഫോണും എടുത്ത് വിക്രമിനുള്ള ചായ കൊണ്ടുപോവാണ്. മോളപ്പോ ഫോണിനകത്തെല്ലാം ഷീലയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാണ്. ഇത് ഷീല ഇപ്പോ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അങ്ങനെ മോള് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ വീണ്ടും വിക്രം ഇങ്ങനെ ചെമ്പുക്കന്റെ ഡ്രസ്സിൽ വരുന്നതായിട്ടാണ് മോൾക്ക് തോന്നുന്നത് കേട്ടോ. എന്നിട്ട് മോളിങ്ങനെ പൊട്ടിച്ചിരിക്കും. അപ്പോഴേക്കും ഷീല ചായ കൊണ്ടുവന്ന് വിക്രമിന് കൊടുക്കാട്ടോ. എന്നിട്ട് വിക്രമിനോട് നല്ല അടുപ്പത്തോടെ സംസാരിക്കും. അമ്മ മലയാളിയാണ്, കണ്ണൂര്, അച്ഛൻ ബംഗാളി. പിന്നെ അവരോടൊപ്പം, അതായത് തരുണിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്ന കഥകളൊക്കെ പറയാട്ടോ. പെട്ടെന്നൊരു മെസ്സേജ് വരും. മോളുടെ മെസ്സേജാണ്. മോൾക്ക് സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ട്, ഗൗരി ബേർഡ്സ്. തരുൺ സാർ ഉണ്ടാക്കി കൊടുത്തതാ. 1K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഞാനെന്നാ കാണട്ടെ എന്ന് പറഞ്ഞ് വിക്രം ഫോൺ വാങ്ങിച്ചു നോക്കാട്ടോ. അപ്പോ അതില് മോളുടെ ഒരു വീഡിയോ ആണ്. കുട്ടികൾക്കുള്ള സാധനം കട്ട് തിന്നവരെ എങ്ങനെ കണ്ടുപിടിക്കാം. അങ്ങനെ ഷീലയ്ക്കും അറിയില്ലല്ലോ ഈ പറയണത്. അങ്ങനെ വിക്രമാണി അതൊക്കെ കാണുന്നുണ്ട് വീഡിയോയില്. മോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഷീല ആ പൗഡർ എടുത്ത് കഴിക്കുന്നതാട്ടോ. ഷീല ആകെ ചമ്മും. വിക്രം അത് കണ്ട് പൊട്ടിച്ചിരിക്കും. ആള് കൊള്ളാലോ. ഷീല ആകെ ചമ്മും. അത് ഞാൻ വെറുതെ അവളിങ്ങനെ ഒരു തമാശക്ക് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന, ദൈവമേ അവളിത് പോസ്റ്റ് ചെയ്യാണ്ടിരുന്നാ മതിയായിരുന്നു എന്നും പറഞ്ഞ് ഷീല ഫോണും വാങ്ങിച്ചാടുന്ന് പോവും. വിക്രം ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് ചായ കുടിക്കുക. അങ്ങനെ ഷീല അകത്ത് വരുമ്പോ മോളുണ്ടാവും. മോളുടെ കാല് പിടിക്കാം, മോളത് പോസ്റ്റ് ചെയ്തോ? അപ്പോൾ ഗൗരി പറയും ഇല്ല, അച്ഛനോട് പോസ്റ്റ് ചെയ്യാൻ പറയണം. അയ്യോ വേണ്ട, അച്ഛൻ എന്നെ ചീത്ത പറഞ്ഞ് കൊല്ലും. മോക്ക് വേണ്ടി ഞാൻ എന്താണെങ്കിലും ചെയ്യാം. ശരി, ഇനി മുതൽ പാലും പൊടിയിൽ കനക്കി എനിക്ക് തരരുത്. അയ്യോ പിന്നെ വാങ്ങിക്കുന്ന പാൽ എന്ത് ചെയ്യും? അത് ഷീലാൻറ്റി കുടിച്ചോ? അയ്യോ മോളെ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ എല്ലാവരെയും കാണിക്കും. വേണ്ട ഞാൻ ചെയ്തോളാം, എന്നാ ആൻറ്റി പോയിക്കോ. അങ്ങനെ ഷീല അവിടുന്ന് പോകും. ഗൗരിമോള് തുള്ളിച്ചാടി അവിടുന്ന് പോവാട്ടോ. ഇനി ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്